الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വ ബോധത്തോടുകൂടി ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗം കരസ്ഥമാക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചെയ്ത് ഒരു ഭരണകൂടം നിലവിൽ വരാൻ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. മനുഷ്യർ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പായുന്ന, പരക്കം പായുന്ന ഒരു അവസ്ഥയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാരം എന്ന് പറയുന്നത് അതൊരു ലഹരിയാണ്. അതല്ലെങ്കിൽ അത് കുടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഒരു ഭൂതമാണ്. അതിനെ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വിളിക്കാൻ ഒരു പക്ഷേ പ്രയാസമുണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. രാഷ്ട്രീയം എന്നത് ഒരു തൊഴിലായി കാണുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷവുമാണ് ഇന്നുള്ളത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്നത് രാഷ്ട്ര സേവനമാണ്. എന്നാൽ പലപ്പോഴും തൊഴിലെന്താണ് എന്ന് ചോദിച്ചാൽ അത് പൊളിറ്റിക്സ് ആണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പണ്ട് കാലങ്ങളിൽ ഒന്നുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകളെ ഒരുപക്ഷെ നമുക്ക്
കോടീശ്വരന്മാരായി മാറിയതും സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് അടിമകളാക്കി അടിച്ചൊതുക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്വാധീനങ്ങളിലൂടെ തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളെയും നമുക്ക് കാണാവുന്നതാണ്. ജുഡീഷ്യറികളെയും നിയമപാലകരെയുമെല്ലാം വിലക്കെടുക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈപ്പിടിയൊതുക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ അധികാരം കൈയാളുവാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടത്തുന്ന ആളുകളെയും കാണാവുന്നതാണ്. ഉദാഹരണമായി കഴിഞ്ഞ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്താവുന്നതാണ്. 90 ലക്ഷത്തോളം ആളുകളെ SIRലൂടെ പുറത്താക്കുകയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വിലക്കെടുക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും അതുപോലെയുള്ള പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അധികാരങ്ങളുടെയും സ്വാധീനങ്ങളുടെയും മറവിൽ കാട്ടിക്കൂട്ടുന്ന നെറികേടുകളും അസാംസ്കാരിക പ്രവർത്തനങ്ങളും വിരളമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു അധികാരത്തിലിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടത്, ഓരോ നിമിഷവും ഞാൻ ചെലവഴിക്കേണ്ടത് ജനസേവനത്തിനായിരിക്കണം എന്നതാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. അവർക്ക് വേണ്ടിയാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് ഭരണ നേതൃത്വങ്ങളിലേക്ക്, അത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമല്ല, ഏറ്റവും ചെറിയ ഏതെങ്കിലും ഒരു ചെറിയ കമ്മിറ്റി മുതൽ, അത് പള്ളിക്കമ്മിറ്റികളായിരുന്നാൽ പോലും, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയാണ് എന്ന ബോധം അവരിലൊക്കെ ഉണ്ടാകേണ്ടതാണ്. നീതിയും മാന്യതയും സൗമ്യതയും ഭരണകർത്താക്കളുടെ പ്രതീകങ്ങളായി മാറേണ്ടതുണ്ട്. അഴിമതിയും അക്രമവും സ്വജന പക്ഷപാതവും ഉണ്ടാവാത്ത ഒരു അന്തരീക്ഷമാണ് ഭരണാധികാരികളായ ആളുകൾ നടപ്പിൽ വരുത്തേണ്ടുന്നത്. ഇതൊക്കെ അധികാരവും ഭരണങ്ങളുമായി കൊണ്ട് നമുക്ക് പൊതുവിൽ പറയാവുന്ന, അറിയാവുന്ന, ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണെങ്കിലും ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇസ്ലാമികമായ ഭരണത്തെ സംബന്ധിച്ച്, ഇസ്ലാമികമായി ഉണ്ടായ ഭരണാധികാരികളെക്കുറിച്ച്, ലോകത്ത് അവരിൽ നിന്നുണ്ടായിട്ടുള്ള മാതൃകകളെ സംബന്ധിച്ച് ഒരല്പ സമയം, അല്പകാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ ഭരണമുണ്ട്, ഇസ്ലാമിൽ ഭരണീയരുണ്ട്, ഇസ്ലാമിൽ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, രാഷ്ട്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഭരണം നേടുവാനുള്ള ഒരു പ്രസ്ഥാനമല്ല, ഭരണം നേടുവാനുള്ള ഒരു വ്യവസ്ഥയല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പദ്ധതിയുമല്ല. ഭരണം ലഭിച്ചെങ്കിലേ ഒരാളുടെ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറയാനും കഴിയുകയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരിൽ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഭരണം ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളുടെയും സമൂഹങ്ങളുടെയും ഇസ്ലാം പൂർണ്ണമല്ല എന്ന് പറയേണ്ടി വരും. ഇസ്ലാമിൽ കൃഷിയുണ്ട്, ഇസ്ലാമിൽ കച്ചവടമുണ്ട്, ഇസ്ലാമിൽ അതുപോലെ തൊട്ടില് മുതൽ ചുടല വരെയുള്ള
കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ രാഷ്ട്രീയത്തെക്കുറിച്ചും പറയുന്നുണ്ട്, രാഷ്ട്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ഭരണാധികാരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള മേഖലകളിലേക്ക് എത്തിപ്പെടുന്ന സമയങ്ങളിൽ എന്താണോ അതുമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നതാണ് ഇസ്ലാമിലെ ഭരണ രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഭരണാധികാരങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് ഖുർആൻ വിവരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം, അഹങ്കാരികളും അതുപോലെ തന്നെ സ്വജന പക്ഷപാതികളും ഒക്കെയായി മാറിയിട്ടുള്ള ഭരണാധികാരികളെ നമുക്ക് കാണാവുന്നതാണ്. ഫിർഔനിനെയും നമ്രൂദിനെയും എല്ലാം ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെയാണ്. വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ. ഫിർഔനിന് ഭരണം കിട്ടിയപ്പോ ഫിർഔൻ അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ കീഴിലല്ലേ, ഈ ഭരണാധികാരം മുഴുവനും എൻ്റെ കീഴിലല്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, എൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന നൈൽ നദിയും അതുപോലെയുള്ള സൗകര്യങ്ങളും എല്ലാം ഇപ്പോൾ എൻ്റെ കീഴിലല്ലേ എന്ന് അഹങ്കാരത്തോടുകൂടി അഹന്തയോടുകൂടി സംസാരിക്കുകയും എൻ്റെ എതിരിലുള്ള മൂസ എന്ന് പറയുന്ന ആളും ന്യൂനപക്ഷവും അവർ ഏറ്റവും നികൃഷ്ടരാണ് എന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഷാമിന്റെ അഥവാ സിറിയയുടെ അധികാരം തൻ്റെ കൈകളിൽ വന്നു ചേർന്ന സമയത്ത് മുൻകാലഘട്ടങ്ങളിൽ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുള്ള തലമുറകളെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുദ് ദുഖാനിലെ 44 മുതലുള്ള ആയത്തുകൾ വിനയാന്വിതനായി പാരായണം ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, കം തറകൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാ ഖൗമൻ ആഖരീൻ. മുൻകഴിഞ്ഞ തലമുറ എത്രയെത്ര തോട്ടങ്ങളാണ്, അരുവികളാണ്, ആരാമങ്ങളാണ് അവർക്കിവിടെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ എത്രയെത്ര താമസ സ്ഥലങ്ങളാണ്, കൃഷിയിടങ്ങളാണ് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളത്. അവർ ആർത്തുല്ലസിച്ച് കഴിഞ്ഞിരുന്ന നാടിനെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നിട്ടിതാ ഇപ്പോൾ ആ അധികാരം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് നൽകിയിരിക്കുന്നു. ഇത് രണ്ട് ഭരണാധികാരം ലഭിച്ച രണ്ടാളുകളുടെ ഉദാഹരണമാണ്, രണ്ട് വിഭാഗം ആളുകളുടെ. ഒന്ന് അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി ചിന്തിക്കുന്ന ഫറോവയെ പോലെയുള്ള ആളുകൾ, വളരെ വിനയാന്വിതനായി മാന്യമായി കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. അപ്പോ ഭരണാധികാരം ലഭിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഖുർആൻ പറയുന്നത് അധികാരം, ആ അധികാരത്തിന്റെ അധികാരി അള്ളാഹുവാണ്. അധികാരങ്ങളുടെ അധികാരി അള്ളാഹുവാണ്. ആർക്കാണ് അധികാരം നൽകേണ്ടത്, ആരിൽ നിന്നാണ് അത് എടുത്തു മാറ്റേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണെന്ന് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലു ഇംറാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ എന്ന് തുടങ്ങുന്ന വചനത്തിലൂടെ ഖുർആൻ അക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ അധികാരം എന്ന് പറയുന്ന സമയത്ത് ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഏറ്റവും നല്ല ഭരണാധികാരിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഖിയാറു അഇമ്മത്തിക്കും, നിങ്ങളുടെ ഏറ്റവും നല്ല ഭരണാധികാരികൾ എന്ന് പറയുന്നത്, നേതാക്കന്മാരെന്ന് പറയുന്നത്, അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു, അവർ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു മിനിമം പരിപാടിയുടെ പേരിൽ യോജിക്കുന്നവരല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടുന്നവരാണ്. വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് വശിറാർ വഇമ്മത്തിക്കും,
അല്ലദീന തുബ്ഗിലൂനഹും വയുബ്ഗിലൂനകും. ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ, നിങ്ങൾ അവരെ വെറുക്കുന്നു, നിങ്ങൾ അവരുമായി അകന്നു നിൽക്കുന്നു, അവരെ നിങ്ങൾ ശപിക്കുന്നു. അപ്പൊ ഏറ്റവും നല്ല ഭരണാധികാരികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ആലോചിക്കേണ്ടത്, പ്രവാചകന്റെ ഈ തിരുവചനങ്ങളും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുമൊക്കെ ഭരണത്തെക്കുറിച്ചും ഭരണാധികാരത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ, ഞാൻ മുമ്പ് ഒരു മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അഥവാ ഇസ്ലാം രാഷ്ട്രീയത്തിനെതിരല്ലെന്നും അനുവദനീയമായതും മാന്യമായതുമായ രൂപത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് വിരുദ്ധമല്ല എന്നുമൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ അർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ നാം ആലോചിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു മഹത്തായ സമീപനം, മൂല്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സമീപനം ഇന്ന് നാം കാണുന്ന ഭരണകൂടങ്ങളോ ഭരണാധികാരികളോ നിർവഹിക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയാണ് നാം ആലോചിക്കേണ്ടത്. അതോടുകൂടി ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഭരണം എത്രമാത്രം മഹത്തരമേറിയതാണ്, അതിൽ ഇസ്ലാം പറയുന്ന മൂല്യങ്ങൾ എത്രമാത്രം വിശിഷ്ടമായതാണ്, കഴിഞ്ഞുപോയ ഇസ്ലാമിന്റെ ഭരണാധികാരികൾ എത്രമാത്രം മഹോന്നരായി എന്നതായിരുന്നു എന്നതാണ് നാം ആലോചിക്കേണ്ട വസ്തുത. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും യമനിലേക്ക് ഗവർണറായി കൊണ്ട് പ്രവാചകൻ പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയക്കുമ്പോ പ്രവാചകൻ നൽകിയിട്ടുള്ള ഒരു ഉപദേശം, യസ്സിറു വലാ തുഅസ്സിറു, സക്കിനു വലാ തുനഫിറു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുകയാണ്, നിങ്ങൾ ആളുകൾക്ക് എളുപ്പമാണ് നൽകേണ്ടത്, അവരെ ഒരു കാരണവശാലും നിങ്ങൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. അതുപോലെ നിങ്ങൾ അവരെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്, അവരെ വെറുപ്പിക്കരുത്. അഥവാ ഭരണത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? നിങ്ങളുടെ കുറിച്ച് ഒരാൾക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഒരു ഭരണാധികാരി ഒരു പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുകയാണ് എങ്കിൽ എത്രയെത്ര ആളുകളാണ് അതിന്റെ പേരിൽ കഷ്ടപ്പെടാറുള്ളത്, വിഷമിക്കാറുള്ളത്. രോഗികളായ, ഗർഭിണികളായ, അതുപോലെയുള്ള ആളുകളെ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്ത് നിർത്തുകയും ഈ ഭരണാധികാരികൾക്ക് കടന്നു പോകുവാൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കുകയും ചെയ്യുമ്പോൾ എത്രയെത്ര ആളുകളാണ് അതിന്റെ പേരിൽ കഷ്ടപ്പെടാറുള്ളത് എന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാമിന്റെ ഈ നയം അഥവാ ജനങ്ങൾക്ക് സൗകര്യമാണ് ഉണ്ടാക്കേണ്ടത്, എളുപ്പമാണ് ഉണ്ടാക്കേണ്ടത്, അവിടെ വെറുപ്പല്ല സമ്പാദിക്കേണ്ടത്, സമാധാനമാണ് ഉണ്ടാക്കേണ്ടത് എന്ന പൊതുവായ കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോടും ഭരണീയരോടും കടപ്പെട്ടിരിക്കുന്നു ഭരണാധികാരികളായ ആളുകൾ. തന്റെ കഴിവ് കൊണ്ടും അറിവ് കൊണ്ടുമല്ല, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ സ്ഥാനവും മാനവും പദവിയും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു, ഭരണീയരോടും കടപ്പെട്ടിരിക്കുന്നു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഭരണാധികാരം ലഭിച്ചപ്പോ അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശം, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള്, ഭൂമിയിൽ ദാവൂദേ നിനക്ക് നാം അധികാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, സത്യസന്ധമായി ജനങ്ങൾക്കിടയിൽ നീ വിധി കൽപ്പിക്കണം. അവിടെ നീ പരസ്പരം ആളുകൾക്കിടയിൽ വിവേചനം കാണുവാൻ പാടില്ല, അതുപോലെ അവരെ അകറ്റി നിർത്തുവാൻ പാടില്ല, നിന്റെ ദേഹേച്ഛകൾക്ക് നീ അടിമപ്പെടാൻ പാടില്ല. നീതിപൂർവമായ ഒരു ഭരണമാണ് നീ നടപ്പിൽ വരുത്തേണ്ടത് എന്ന് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ലാ തസ്അലിൽ ഇമാറ, ഒരിക്കലും നീ നേതൃത്വം, അധികാരം എന്നത് ചോദിച്ചു വാങ്ങരുത്, ഭീഷണിപ്പെടുത്തി വാങ്ങരുത്, സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വാങ്ങരുത്. അങ്ങനെയൊന്നും ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. കാരണം എന്തെന്നോ, ഫഇന്നക ഉഅ്തീതഹാ അൻ ഗൈരി മസ്അല, ചോദിക്കാതെ നീ അതിന് അർഹനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിനക്ക് ആ അധികാരം ലഭിക്കുന്നത് എങ്കിൽ അതിന്റെ പേരിൽ നീ സഹായിക്കപ്പെടും, നിനക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കും. അതല്ല സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയാണ് നീ അധികാരത്തിലേക്ക് എത്തുന്നത് എങ്കിൽ നിനക്കത് ഭാരമായി തീരും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇന്നിന്റെ സാഹചര്യത്തിൽ
പ്രവാചകന്റെ ഈ തിരുവചനത്തിനൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകൾ വാചാലമായി സംസാരിക്കും എന്ന് നമുക്കറിയാവുന്നതാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇന്നക്കും ലതഹരിസൂന അലൽ ഇമാറ, നിങ്ങൾ അധികാരത്തിന് കൊതിച്ചുകൊണ്ടിരിക്കും. അധികാരം ലഭിക്കണമെന്ന ആഗ്രഹമില്ലാത്ത ആരുമില്ല. ആ രൂപത്തിൽ നിങ്ങൾ അധികാരത്തിന് കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, ആ അധികാരം എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഖേദത്തിന് ഇടവരുത്തും. അതുകൊണ്ട് അധികാരത്തെ കൊതിക്കുന്ന ആളുകൾ അത് ഖേദത്തിന് ഇടവരാത്ത രൂപത്തിലാക്കി അത് വിനിയോഗിക്കുവാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ചില ദുർബലതകളുള്ള ഒരു സഹാബിയാണ്. തഖ്വയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്, ഇഖ്ലാസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഭരണാധികാരം ലഭിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എങ്കിലും അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, അലാ തസ്തഅ്മിലുനി, നിങ്ങൾ എന്താ എനിക്കൊരു അധികാരവും തരാത്തത്? ഒരു ഗവർണറായി എന്നെ നിയോഗിക്കാത്തത് എന്താണ്? എന്തെങ്കിലും സ്ഥാനങ്ങളോ പദവികളോ എനിക്ക് നൽകാത്തത് എന്താണ് എന്ന് പ്രവാചകനോട് നേരിട്ട് ചോദിച്ചപ്പോ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, യാ അബൂദർ ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാനത്തുൻ, അബൂദർറെ, നിനക്ക് ചില ദുർബലതകളുണ്ട്. അധികാരം എന്ന് പറയുന്നത് അമാനത്താണ്. വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യും വ നദാമ, അത് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഖേദത്തിനും അപമാനത്തിനും ഇടവരുത്തും. അതുകൊണ്ട് നിനക്കത് ഉണ്ടാവാതിരിക്കലാണ് നല്ലത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളൊക്കെ ഭരണാധികാരികളാണ്. ഓരോ രംഗത്ത് ഭരണാധികാരികളാണ്. പ്രവാചകന്റെ തിരുവചനം, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, എല്ലാവരും അധികാരികളാണ്. അവരുടെ അധികാരത്തെക്കുറിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. ഒരു ഭർത്താവ് ഈ അധികാരം നിർവഹിക്കുന്ന ആളാണ്. ഭാര്യ കുടുംബത്തിലെ റാണിയാണ്, അധികാരിയാണ്. അതുപോലെ ഓരോ രംഗത്തും അധ്യാപകനും തൊഴിലാളിയും ബാക്കിയുള്ളവരും എല്ലാവരും ഓരോ രംഗത്ത് അധികാരികളാണ്. ആ അധികാരത്തെ സംബന്ധിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ അവർ വിജയിക്കുകയാണ് എങ്കിൽ മുൻകാലത്ത് കഴിഞ്ഞുപോയിട്ടുള്ള ഒരു ഭരണാധികാരിയെ കുറിച്ച് വായിച്ച സമയത്ത് ഒരു സംഭവമുണ്ട്. അദ്ദേഹം തന്റെ അധികാരം രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകാതിരിക്കുന്ന സമയത്ത് എന്താണ് പോകാത്തത് എന്ന് അവസാനം സുഹൃത്തുക്കൾ ചോദിച്ചപ്പോ വീട്ടിലേക്ക് പോകാനുള്ള ബസ് കൂലി കയ്യിലില്ല, അതുകൊണ്ടാണ് പോകാതിരിക്കുന്നത്, നിങ്ങൾ കടം തരണം എന്നാവശ്യപ്പെട്ടത്. അപ്പോ ഭരണത്തിലൂടെ സേവിക്കുകയായിരുന്നു, ജനങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നില്ല. അങ്ങനെയുള്ള ഭരണാധികാരികൾ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രൂപത്തിൽ ഭരണം നടത്തുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മാമിൻ അമീരിൻ യലി ഉമൂറൽ മുസ്ലിമീൻ സുമ്മ യജ്തഹിദു ലഹും വയൻസഹു ലഹും ഇല്ലാ യദ്ഖുല മാഹുമുൽ ജന്ന. അങ്ങനെ നീതിപൂർവകമായ ഭരണം നടത്തുന്ന ആളുകൾ അവരോടൊപ്പം സ്വർഗത്തിലായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങനെ ഭരണാധികാരികളായ ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കും എന്ന് പ്രവാചകൻ പറയുന്നു. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. അങ്ങനെ അധികാരം പൂർത്തിയാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഒരു തണലുമില്ലാത്ത അള്ളാഹുവിന്റെ അടുക്കൽ തണൽ ലഭിക്കുമെന്ന് പറയുന്നു. ഇന്ന ശർറർ റുആയൽ ഹുതമ, കാർക്കശ്യം കാണിക്കുന്ന ആളുകളാണ് ഏറ്റവും ദുഷിച്ച ഭരണാധികാരികൾ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ രംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ഭരണമേറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്യം, പ്രഖ്യാപനം നമുക്കറിയാം, നയപ്രഖ്യാപനം. ആ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറയുന്നു, അയ്യുഹന്നാസ്
ഇന്നി ഖദ് വല്ലിതു അലൈക്കും ഫലസ്തു ബിഖൈരിക്കും. ഞാൻ ഇതാ നിങ്ങളുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനേ അല്ല. വഇന്ന ഹസൻതു ഫഅഈനൂനി വഇന്ന സഅതു ഫഖവ്വിമൂനി. ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം, ഞാൻ തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. നന്മയാണ് ചെയ്യുന്നതെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം, തിന്മയാണെങ്കിലോ നിങ്ങൾ എന്നെ നേരെയാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണമേറ്റെടുത്ത് പിറ്റേന്നും കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്ന അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബൈദ റളിയല്ലാഹു അൻഹുവും കാണുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? മാർക്കറ്റിലേക്കാണ്. എന്തിന്? കച്ചവടം ചെയ്യണം, എന്റെ കുടുംബം പോറ്റണം. അമീറുൽ മുഅ്മിനീൻ, അങ്ങക്കൊരു സമുദായത്തിന്റെ ചാർജാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കച്ചവടത്തിന് പോയാൽ ഒന്നും കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് 250 സ്വർണ്ണ നാണയവും ഓരോ ദിവസവും ഒരു ആടിന്റെ അല്പഭാഗവും ഭക്ഷണത്തിന് വേണ്ടി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങളുടെ ഭരണം ഏറ്റെടുത്ത് നടത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി 933 മദ്രാസിൽ വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, രാജ്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഇവിടെ നടന്നു കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം അത് ഉമറിന്റെ ഭരണമാണ് എന്നാണ്. അത് പറഞ്ഞത് 933 മദ്രാസിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ കൃത്യമായും അദ്ദേഹം പറഞ്ഞ വാചകമാണ്. അത് വെറുതെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് നമുക്ക് സുദീർഘമായിട്ടറിയാം. വേഷപ്രച്ഛന്നനായി രാത്രിയിൽ നടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആമുർ റമാദി എന്ന് പറയുന്ന ക്ഷാമകാലത്ത് ഈ റൊട്ടിയും ജെയ്ത്തെണ്ണയും കഴിച്ചുകൊണ്ട് തന്റെ തൊലികൾ കറുത്തു പോയ സമയത്ത് ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഖജനാവിൽ നിന്ന് എടുത്തുകൂടെ, ഭക്ഷണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, ആളുകൾ പട്ടിണി കിടക്കുന്ന സമയത്ത് ഉമർ ഖജനാവിൽ നിന്ന് എടുത്ത് സുഭിക്ഷമായി ആഹരിച്ചാൽ ഞാൻ എത്ര നീചനായ ഭരണാധികാരിയായിരിക്കും എന്നാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അഥവാ തന്റെ പേരക്കുട്ടി കരയുന്നു. എന്താ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഥവാ മകൻ പറഞ്ഞു, വാപ്പാ, നിങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു, കുടുംബക്കാർക്ക് പോലും ഒന്നും നൽകുന്നില്ല, വിശന്നിട്ടാണ് മോൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മകനെ, എനിക്കും നിങ്ങൾക്കുമിടയിൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമുണ്ട്, പ്രവാചകന്റെ നിർദ്ദേശങ്ങളുണ്ട്, അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല മകനെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഒരു യാത്രാ സംഘം മദീനയിലെത്തി. നട്ടപ്പാതിരാക്ക് അവിടെ നിന്ന് ചെറിയ കുട്ടികൾ കരയുന്നു. പോയി നോക്കിയപ്പോ എന്താ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ മറുപടി പറഞ്ഞു, 2 വയസ്സാകുന്നതിന് മുമ്പേ മുലകുടി വറ്റിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ മാതാക്കൾ ശ്രമിക്കുകയാണ്. കാരണം 2 വയസ്സായാൽ മാത്രമേ ഉമറിന്റെ അടുക്കൽ നിന്ന് റേഷൻ ലഭിക്കുകയുള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ട് 2 വയസ്സിന് മുമ്പേ മുലകുടി വറ്റിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ വിവരം കേട്ട് പൊട്ടിക്കരയുകയാണ്. എത്ര കുട്ടികളെയാണ് ഉമർ കൊന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അന്നു തന്നെ നിയമം മാറ്റിയെഴുതുകയാണ്. ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ എല്ലാ ആളുകൾക്കും ഗുണപാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള മാതൃകകൾ ഉമർ റളിയല്ലാഹു അൻഹുവിൽ കണ്ടതുകൊണ്ടാണ്, ഒരു ഭരണാധികാരി എന്ന അർത്ഥത്തിൽ കണ്ടതുകൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത്. 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു കൂട്ടം ഡ്രസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഉണങ്ങുന്നത് വരെ, അലക്കിയിട്ടാൽ ഉണങ്ങുന്നത് വരെ അദ്ദേഹം ഒരു റൂമിലായിരുന്നു നിന്നിരുന്നത് എന്ന് കാണാം. തന്റെ PA ആയിരുന്ന മുസാഹിം എന്ന് പറയുന്ന വ്യക്തിയോട് അദ്ദേഹം നിർദ്ദേശിച്ച നിർദ്ദേശം, യാ മുസാഹിം, ഇദാ റഅയ്തനി ലലംതു ഫഖുദ് ബിതലാബീബി. മുസാഹിമേ, എന്റെ അടുത്ത് വല്ല തെറ്റും നീ കാണുകയാണ് എങ്കിൽ നീ എന്റെ കോളർ പിടിക്കണം മുസാഹിമേ. ആരോടാ പറയുന്നത്? തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോടാണ് പറയുന്നത്. ഞാൻ വല്ല തെറ്റും ചെയ്യുകയാണ്, അത് നിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നീ മൗനമായിരിക്കുകയല്ല വേണ്ടത്, എന്റെ കോളർ പിടിക്കണം നീ. എന്നിട്ട് വഖുൽ, മുസാഹിമേ, നീ പറയണം, ഇത്തഖില്ലാ യബ്ന അബ്ദുൽ അസീസ്,
അമീറുൽ മുഅ്മിനീൻ, അങ്ങ് അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് നീ എന്നെ ഓർമ്മപ്പെടുത്തണം മുസാഹിമേ. ഇങ്ങനെയുള്ള ഒരുപാട് ഭരണാധികാരികളെ നമുക്ക് കാണാവുന്നതാണ്. ചില ആളുകൾ ആക്ഷേപിക്കുകയും വർഗീയവാദികൾ എന്ന മുദ്ര കുത്തുകയും ചെയ്യുന്ന മുഗൾ ഭരണകാലഘട്ടത്തിലെ ഔറംഗസീബിനെ പോലെയുള്ള ഭരണാധികാരികളെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഖുർആൻ പകർത്തിയെഴുതി തന്റെ ജീവിതത്തിനുള്ള ഭാഗമുണ്ടാക്കിയിട്ടുള്ള ഭരണാധികാരികൾ എന്നാണ്. ടിപ്പു സുൽത്താനെ പോലെയുള്ള ഭരണാധികാരികളെ അവസാന നിമിഷം വരെ ഈമാനിന്റെ ഭാഗമാണ് രാജ്യത്തെ സംരക്ഷിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഒരിക്കലും അടിയറവ് പറയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ വ്യക്തിയായിട്ടാണ്. ഇങ്ങനെ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുള്ള ഒരുപാട് ഭരണാധികാരികൾക്ക് ഇസ്ലാമിന്റെ, ഖുർആനിന്റെ, പ്രവാചകന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് അവർക്ക് മാതൃകയായിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ലോകത്തിന് മാതൃകയാണ്. നമ്മളും അറിയണം. ഞാൻ പറഞ്ഞതുപോലെ എന്റെ മതം പറയുന്ന ഭരണം, എന്റെ മതം പറയുന്ന ഭരണാധികാരി, ഞാനൊരു ഭരണാധികാരിയായിട്ടുണ്ടെങ്കിൽ, ഒരു പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു വാർഡിന്റെ മെമ്പറോ അതല്ലെങ്കിൽ ഒരു MLA യോ MP യോ ആയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഏത് നിലപാട് സ്വീകരിക്കണം, ഒരു മുസ്ലിമായ ഞാൻ എങ്ങനെയാണ് ആ രംഗത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന് തികഞ്ഞ ബോധവാന്മാരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മളുള്ള കുടുംബരംഗങ്ങളിലോ സാമൂഹ്യ രംഗങ്ങളിലോ മറ്റു മേഖലകളിലോ എല്ലാമുള്ള നമുക്കുള്ള അധികാരം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കുവാനും അതിന്റെ വിരുദ്ധമായി ഞാൻ നിർന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ പുറകിൽ ഒരു കൊടി കെട്ടിക്കൊണ്ട് വഞ്ചകനാണെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന ഗൗരവവും നമ്മുടെ മനസ്സിൽ നാം പേടിയായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ അജയ്യതയും അതിന്റെ പ്രതാപവും മനസ്സിലാക്കി ജീവിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂബു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദുല്ലാഹി വനഫ്സി സാരിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സമകാലിക അവസ്ഥയിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു ഭരണാധികാരി, അവിടെയുള്ള ധാർമ്മിക ചിന്തകൾ, മൂല്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു വിശ്വാസിയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെയാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നാം നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന, അല്ലാഹുവേ നിന്റെ കാരുണ്യം കിട്ടാൻ ഈ ഉമർ അർഹനല്ല. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്, പടച്ചോനെ നിന്റെ കാരുണ്യം കിട്ടാൻ ഈ ഉമർ അർഹനല്ല, പക്ഷേ ഈ ഉമറിനെ ഉൾക്കൊള്ളാൻ അല്ലാഹുവേ നിന്റെ കാരുണ്യം കൽപ്പിച്ചതാണ്. എന്നെ ഉൾക്കൊള്ളാൻ അല്ലാഹുവേ നിനക്ക് കഴിയും, പക്ഷേ ഞാൻ അർഹനല്ല. ഏതാണ് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? അത്രമാത്രം ലാളിത്യത്തോടു കൂടി ജീവിച്ച ഉമറും പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിനോട്. എത്രമാത്രം വിനയം, എത്രമാത്രം ലാളിത്യം! ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഇസ്ലാമിൻ്റെ ഓരോ മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ അജയ്യതയും അതിൻ്റെ പ്രാധാന്യവും നാം ഉൾക്കൊള്ളുക, ഓരോ വശങ്ങളും വിശാലമായി പഠിക്കും. അതാണ് ഇന്ന് ലോകത്ത് ഈ പഠിക്കുന്ന, ചിന്തിക്കുന്ന, ഗഹനമായി ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരിൽ അധികവും. പാശ്ചാത്യ ലോകത്തൊക്കെ ഇസ്ലാമിലേക്കുള്ള ഒഴുക്കാണ്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. അതിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ അത് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള അവസ്ഥകളിൽ അങ്ങനെയുള്ള ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച ഈ വിശ്വാസം അതൊരു ലാഘവത്തോടു കൂടി ഒരു മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടതല്ല. അത് ഏറ്റവും പ്രതാപമുള്ളതാണ്, മഹത്വമേറിയതാണ്, ആരുടെ മുമ്പിലും തുറന്നു പറയാൻ പറ്റുന്നതാണ്. അതനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ
കൂടെയുള്ളവരും എതിരാളികളും പോലും അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് ഓരോ വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടാണ്. നമസ്കാരത്തിന് ശേഷമുള്ള കളക്ഷൻ എല്ലാ ആളുകളും അതുമായി സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസിനികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.